അല്ല റിപ്പോർട്ടർ എന്താ ചോദിച്ചിട്ട് ഞങ്ങളുടെ സൗഹൃദം അല്ല ദിലീപേട്ടനായിട്ടുള്ള സൗഹൃദം അതിനെ കുറിച്ചാണ്. ദിലീപേട്ടനായിട്ടുള്ള സൗഹൃദം എന്ന് പറയാനായിട്ട് അങ്ങനെ വലിയ സൗഹൃദമൊന്നുമില്ല. പക്ഷെ എന്നാലും ദിലീപ് എന്ന വ്യക്തിയെ പറ്റി അങ്ങനെയല്ല. എന്നാലും ദിലീപേട്ടൻ എന്നെ കാണുമ്പോ ചിരിക്കാറില്ല. അല്ല പെരേരനെ അറിയോ? പെരേരനെ അറിയോ? അറിയാൻ പറ്റൂല. നമ്മൾ ഫെയിമായി നിൽക്കുമ്പോ മുഖത്തേക്ക് നോക്കാൻ അറിയുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇല്ല ഇല്ല എന്നെ അറിയാത്തൊരു കുഞ്ഞില്ല. അറിയില്ല കാരണം എല്ലാ സിനിമാക്കാരും എന്നെ അറിയും. പക്ഷെ ഒരു കാര്യമുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം. തെറ്റാണ് മോനെ. സന്തോഷ് പണ്ഡിറ്റ് തന്നെ അറിഞ്ഞില്ലല്ലോ. സന്തോഷ് പണ്ഡിറ്റ് അറിഞ്ഞില്ല. അത് പറ. ലോകത്തെ സോഷ്യൽ മീഡിയയില് ഒരു സംഭവം കണ്ടന്റ് കൊണ്ടുവന്ന വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ്. ഞാൻ നിഷ ഇടുക്കി ഓൾബ്രൈറ്റ് ഒക്കെ കൂടി ഞാൻ വില്ലനാവുന്ന പടമാണ് കേരള ലൈവ്. ആ സിനിമയുടെ ലൊക്കേഷൻ ചെയ്യുന്നപ്പോ ഞാൻ ഒരു സാർ നമസ്കാരം, ഇതാണ് അലിൻ ജോസ് പെരേര എന്ന് പറയുമ്പോ സന്തോഷമായിട്ട് അപ്പൊ ഇവൻ ഉരുകിയ അവിടെ. അത് എന്തുകൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റ് താങ്കൾ അറിയണ്ട? പക്ഷെ എല്ലാ നടന്മാർക്കും അറിയാന്നാണ് എനിക്ക് PR ടീം കിട്ടിയ ഇൻഫർമേഷൻ. PR വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, PROമാര്, അവർ പറഞ്ഞ എല്ലാവർക്കും തന്നെ അറിയാം. പക്ഷെ അവരൊന്നും അങ്ങനെ എടുത്ത് പറയൂലല്ലോ. പക്ഷെ അറിയുന്ന എന്താ പറയാ യൂത്തന്മാര് തുറന്നു പറഞ്ഞിട്ടാ. നോബി ചേട്ടൻ, പിന്നെ ആന്റണി വർഗീസ് ചേട്ടൻ, പിന്നെ ഷൈൻ ടോം ചാക്കോ, പിന്നെ വിനയ് ഫോർട്ട് ചേട്ടൻ, പിന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, പിന്നെ ആന്റണി വർഗീസ്, പാലാ ചേച്ചി, അവരൊക്കെ നമ്മൾ കണ്ട് മാല ചേച്ചിയൊക്കെ നിന്നെ ബഹുമാനിക്കുന്നുണ്ട്. നിന്നെ ബഹുമാനിക്കുന്നുണ്ട്. റിവ്യൂ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ മനസ്സിലാവും. ഒരു ടൈമിൽ നമ്മളെ കൂടെ നിർത്തിയിരുന്നു. ഇപ്പൊ ചിലപ്പോ മാധ്യമത്തിൽ ഉണ്ടാവും, എനിക്കറിയില്ല. പക്ഷെ എങ്കിലും പല ആൾക്കാരും നമ്മളെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആറാട്ടറിന് ഇടയ്ക്കിടയ്ക്ക് ഒരു രാത്രി 2 മണിക്കൊക്കെ വിളിച്ചിട്ട് പറയാറുണ്ട്, ഞാൻ ഫീൽഡ് ഔട്ടായി എന്നൊക്കെ പറഞ്ഞ് പെരേര എന്നെ പാല വയ്ക്കുകയാണ്, വോയിസ് അയച്ചു തരുന്നു. എന്താണ് എനിക്ക് പറയാനുള്ളത്? സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. 1000 രൂപ ഉണ്ടെങ്കിൽ 1000 രൂപ വെച്ച് ഷോർട്ട് ഫിലിം ചെയ്യണം. അതല്ല പറഞ്ഞേ, താങ്കൾ അദ്ദേഹത്തെ ഫീൽഡ് ഔട്ട് അണ്ണൻ എന്ന് വിളിച്ച് കളിയാക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം പറയുന്നത്. പല ഇതിലും അദ്ദേഹത്തിന്റെ അവസരങ്ങൾ നമ്മളെ കളിയാക്കി പറഞ്ഞല്ല. പുള്ളിയുടെ താഴെ ഫീൽഡ് ഔട്ട് നല്ല കൊടുത്തിരുന്നു. അങ്ങനെയാണോ പറഞ്ഞത്? കാരണം പുള്ളി അത് ഫീൽ ചെയ്തു. എന്തോരം പേര് പുള്ളിക്ക് ഫീൽഡ് ഔട്ട് എന്ന് പറഞ്ഞു. ഫീൽഡ് ഔട്ട് എന്ന് അണ്ണനോട് പറഞ്ഞോണ്ട് അണ്ണൻ 2 ദിവസം ഭക്ഷണം കഴിച്ചില്ല, നിരാഹാരമായിരുന്നു. അതിനെ കുറിച്ച് പറയാനുള്ളത് ഫീൽഡ് ഔട്ട് ആണെന്ന് പറഞ്ഞ് പറയുമ്പോ ഫീൽഡ് ഔട്ട് ആണ് എങ്ങനെയാണ് പുള്ളിക്ക് റീച്ച് ഉണ്ട്. പുള്ളിക്ക് യൂട്യൂബിൽ നിന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാൻ ഫീൽഡ് ഔട്ട് ആയി എന്നുള്ള രീതിയിലാണ് പെരേര ഫീൽഡ് ഔട്ട്. പെരേര പറഞ്ഞപ്പോ ഫീൽ ആയില്ല. ഫീലായി. ഞാൻ പറയാൻ കാര്യം, ഇപ്പൊ ദിലീപേട്ടന്റെ ആ വിധി വന്നപ്പോൾ സമയത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു ദിലീപേട്ടനെ എന്ന് പറയുമ്പോ അപ്പീല് പോകുന്നു പറഞ്ഞു. അപ്പീല് പോകുന്ന പറഞ്ഞ ആള് ഇപ്പൊ ദിലീപേട്ടന്റെ പടം വിജയിക്കൂലെന്ന് പറഞ്ഞ ആളാ. മറികടക്കുന്നു. താങ്കൾ ഫീൽഡ് ഔട്ട് ആണ് എന്ന ആറാട്ടനെ കുറിച്ച് അണ്ണൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചൊറിയും കുത്തിയിരിക്കുകയാണ്, ആ പറമ്പിൽ കിടക്കാൻ പാടില്ലേ, പുള്ളിക്ക് ഒരു തൂമ്പ എടുത്ത് ആ പട്ടിയൊന്ന് കുളിപ്പിക്കാൻ പാടില്ലേ, ഞാൻ ഫീൽഡ് ഔട്ട് ആയി അല്ലെങ്കിൽ ഒരു മുത്തച്ഛനായി എന്ന് വരെ പറഞ്ഞു. അത് നേരാണോ? പുള്ളി വയസ്സായെന്ന് പറഞ്ഞു. ഞാൻ ചെറുപ്പമാണ്, ആറാട്ടനും വയസ്സായെന്ന്. അത് നല്ല സത്യമായിട്ടുള്ള കാര്യമാണ്. പ്രായമുണ്ട് പുള്ളിക്ക് അത്യാവശ്യം. എത്ര? പുള്ളിക്ക് 40-40 വയസ്സുണ്ട്. 40 കുറവല്ലേ? പുള്ളിക്ക് 24 വയസ്സുണ്ട്. ഗ്ലാമറിന്റെ കാര്യത്തിൽ പുള്ളി ഡിഫറൻസ് ഞാൻ നോക്കാറില്ല. മമ്മൂക്കാനെ പോലെ നിൽക്കണെന്ന് ഗ്ലാമറിന്റെ കാര്യത്തിൽ. ഗ്ലാമറിന്റെ കാര്യത്തില്ല, പുള്ളിയുടെ ഞാൻ ഒരു സ്വഭാവത്തിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ പുള്ളി പലരോടും കർഷാണെന്ന് പറയും ഞാൻ. പക്ഷെ മനസ്സിൽ വെക്കും, പറയില്ല. അതുകൊണ്ട് എനിക്ക് ആ നടിമാരോട് കാണുമ്പോ നടിമാർക്ക് പക്ഷെ ഇപ്പൊ പല നടിമാർക്ക് ഞാൻ അങ്ങനെ പറയാത്തോണ്ട് എനിക്ക് പല നടിമാരും എന്റെ സഹോദരിമാരാണ്. അപ്പൊ ചില ആൾക്കാർ പറയാറുണ്ടല്ലോ ആറാട്ടണ്ണൻ എന്റെ ഒരു ബ്രദറായിട്ട് കാണോ അത് ചോദിക്കാറുണ്ടല്ലോ പലപ്പോഴും. പക്ഷെ എന്നോട് എനിക്ക് ചോദിക്കേണ്ട തന്നെ പലപ്പോഴും പല ആൾക്കാരും ബ്രദറായിട്ട് കാണുന്നുണ്ട്. അതിൽ എക്സാമ്പിൾ ആണ് ഗായത്രി സുരേഷ് ചേച്ചി, പിന്നെ ഒരുപാട് ചേച്ചിമാരുണ്ട്. അപ്പൊ അതുപോലെ തന്നെ കാരണം വീഡിയോ എടുക്കൂലല്ലോ. ഒരു ദിവസം തയ്യൽ മിഷന്റെ ലോഞ്ചിൽ പോയപ്പോഴേ ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഈ ഫീൽഡില് എപ്പോഴും നമുക്ക് ഇവരുടെ കൂടെ പോയി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ.